അപ്പോൾ ഈ വീഡിയോയ്ക്ക് ഇൻട്രോ പറയാൻ ഞാൻ ഒറ്റയ്ക്കായിരുന്നില്ല. ഞങ്ങളൊന്ന് ചുമ്മാ സ്പാറ് വരെ പോയപ്പോൾ നമുക്ക് നമ്മുടെ കൊളീഗ്സ് ആയിട്ടുള്ള കുറച്ച് പേര് അവിടെ നിന്ന് കിട്ടി. സോ ഞങ്ങൾ അന്നത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നാട്ടിൽ ഇന്നാണ് വലിയ പെരുന്നാൾ. സോ നമുക്കിന്ന് വലിയ പെരുന്നാളിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. രാവിലെ തന്നെ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ദോശയും ചമ്മന്തി ഒരു ചട്നി ആയിരുന്നു. ദെൻ ഞാൻ ബീഫ് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തു. അതിന് ഞാൻ വീട്ടിൽ വിളിച്ച് റെസിപ്പിയൊക്കെ ചോദിച്ച് കഴിഞ്ഞിട്ട് അതിനുള്ള പരിപാടിക്ക് നിന്നു. ഗോപുജിയുടെ കയ്യിൽ ഞാൻ ഇതൊക്കെ നന്നാക്കാൻ വേണ്ടി കൊടുത്തു. ദെൻ ഗോപുജിയാണ് ബീഫ് കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് തന്നത്. അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്ക് തുടങ്ങി നമുക്ക് വീഡിയോ. അപ്പോൾ നമ്മളിന്ന് ബീഫ് ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സോ ഞാൻ ബീഫിനെ കുക്കറിലിട്ട് ഒരു 2 വിസിലടുപ്പിച്ചിട്ട് ദെൻ എഗെയിൻ നമ്മളൊരു 10 മിനിറ്റ് സിമ്മിലിട്ട് വയ്ക്കണം. അപ്പോൾ നോക്കാം. അഫ്കോഴ്സ് ബീഫ് വേവാൻ കുറച്ചധികം നേരം എടുക്കുന്നതുകൊണ്ട് തന്നെ പുറത്തെന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്ന് നോക്കി. ഇപ്പോൾ കുറച്ച് അപ്പൂപ്പന്മാർ സൈക്ലിങ് കഴിഞ്ഞ് റെസ്റ്റ് ചെയ്യാനിരിക്കുന്നത് കണ്ടു. പാട്ട് കേട്ടിരുന്ന് കുക്കർ അടിക്കുന്ന വിസിലിൻ്റെ എണ്ണം മറന്നു അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ഞാൻ ലിഡിൽ നിന്ന് മേടിച്ച റൈസാണ്. ബസ്മതി റൈസ് നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടുമെങ്കിലും ഈ റൈസിൻ്റെ അത്ര സ്മെല്ലുള്ള ഒരു റൈസും വേറെ ഇല്ല കേട്ടോ. ഇപ്പോൾ ശരിക്കും നാട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ പെരുന്നാളെന്നൊക്കെ പറയുമ്പോൾ നാട്ടിലാണ് ശരിക്കും സുഖം. പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ബിരിയാണിയൊക്കെ കഴിച്ച് ആൾക്കാരൊക്കെ കൂടി അത് ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മിസ് ചെയ്യുന്നുണ്ട്. ബട്ട് അതൊക്കെ അവിടെ ഇരിക്കട്ടെ. നമുക്കിനി റൈസിന് വേണ്ട പരിപാടികൾ നോക്കാം. അതിൻ്റെ ഇടയിൽ കൂടിയാണ് ചില പ്രത്യേക സാറ്റർഡേകളിൽ ഉച്ചയ്ക്ക് 12 മണിക്ക് അടിക്കുന്നൊരു സൈറനാണ്. ബട്ട് ഇതെപ്പോൾ കേൾക്കുമ്പോഴും ഞാനിങ്ങനെ ഞെട്ടിത്തെറിക്കാറുണ്ട്. അതവിടെ ഇരിക്കട്ടെ. അങ്ങനെ ഞാൻ എൻ്റെ റൈസൊക്കെ സെറ്റ് ചെയ്തു. അതിന് വേണ്ട ഗാർണിഷിങ്ങും എല്ലാ പരിപാടികളും സെറ്റ് ചെയ്തു. നമുക്കിനി കുറച്ച് നേരം ദമ്മിലിട്ടേക്കാം. അതിനിടയ്ക്ക് വീട്ടിൽ നിന്ന് വിളിച്ചവർ വിഷ് ചെയ്തു. അവിടെ നിന്ന് ചിക്കൻ ബിരിയാണി ആയിരുന്നു. സോ ഞാൻ ഇന്ന് ബീഫ് ബിരിയാണി ഉണ്ടാക്കി. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് കുളിച്ച് റെഡിയായി. ദെൻ ഇനി ദമ്മൊന്ന് പൊട്ടിച്ചോക്കാം. ആവി പറക്കുന്ന ബിരിയാണി. ദമ്മ പൊടിച്ച് റൈസ് ഒന്ന് ഇളക്കിയപ്പോൾ ഇച്ചിരി വെന്ത് പോയോന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ചൂടാറിയപ്പോൾ അത് സെറ്റായിട്ടോ. അങ്ങനെ ഫൈനൽ എൻ്റെ ബിരിയാണിയുടെ ലുക്ക് ഇങ്ങനെയായിരുന്നു. ബിരിയാണി അയച്ചപ്പോൾ ഒരു ഉറക്കം മസ്റ്റാ. അപ്പം ശരി, ബൈ.